അപ്പോൾ ഇതാണ് ഫോർമുല 1 കാർ ഉണ്ടാക്കുന്നതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ. ബോഡി ഫുള്ള് സാൻഡ് പേപ്പർ ഇട്ട് ഫിനിഷ് ചെയ്ത് നിർത്തിയേക്ക്. ഇതാണ് ഇതിൽ ചെയ്തിരുന്ന പെയിന്റിങ്. ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കണക്ക് അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് ഇറക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ വീലിലെല്ലാം നമ്മൾ ബെയറിംഗ് ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അറിയാലോ, ബെയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു സാധനമാണ്. പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ പോയത് സ്റ്റിക്കർ വർക്കിലോട്ടാണ്. ഇത് സ്റ്റിക്കർ അല്ല, ശരിക്കും A4 ഷീറ്റ് പേപ്പറിൽ നമ്മൾ പ്രിന്റ് എടുത്തതാണ്. അടുത്തതായിട്ട് സെറ്റ് ചെയ്ത വിങ്സ് ആണ്. വിങ്സ് എന്നും പറയും, സ്പോയിലർ എന്നും പറയും. നമ്മൾ വെച്ച ആ ഒരു സ്പോയിലർ ഒക്കെ നമ്മളിപ്പോൾ ബ്ലാക്ക് കളർ അടിച്ച് നല്ല കിടിലനാക്കി വെച്ചേക്കും. ഇപ്പോൾ ചെറുതായിട്ട് സ്റ്റിക്കർ വർക്കും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുതലാണ് ട്വിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളതിൽ അടിച്ചിരുന്ന ഫാബ്രിക് പെയിന്റ് ആണ്. ഫാബ്രിക് പെയിന്റ് ഏറ്റവും വലിയ പ്രശ്നമാണ് പൊടിയേറി പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പ്രശ്നം. ഏകദേശം ഒരു ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിക്കുള്ള പൊടി പറ്റി പിടിച്ചിരിക്കുകയും ഒരുമാതിരി വൃത്തിയേടാവുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഉള്ള പെയിന്റ് അത്രയും നമ്മൾ ചുരണ്ടി കളഞ്ഞ്, പെയിന്റും സ്റ്റിക്കറും എല്ലാം ചുരണ്ടി കളഞ്ഞ ശേഷം നമ്മളിപ്പോൾ സ്പ്രേ പെയിന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ സ്പ്രേ പെയിന്റും കഴിഞ്ഞ് സ്റ്റിക്കർ വർക്കും കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുണ്ടാക്കിയ ഫോർമുല 1 കാറിന്റെ ഔട്ട്. ഞാൻ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറമാണ് എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടിയത്. ശരിക്കും പേഴ്സണലി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലേ, എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതാണ് എനിക്ക് ഇത് തന്ന റിസൾട്ട്. ഒരുപാട് വില വരുന്നതും നമ്മളുടെ ബഡ്ജറ്റിൽ നിൽക്കാൻ പറ്റാത്തതും, എന്നാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒറ്റ പരിപാടിയേ ഉള്ളൂ, ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് അങ്ങ് ഉണ്ടാക്കും.